നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയം BJP-യുമായി ബന്ധപ്പെട്ടാണ്. BJP വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ദിവസം ദിവസം BJP-യിലേക്ക് ആൾക്കാർ വരുന്നു എന്ന് പറയപ്പെടുന്നു. ഏതായാലും എത്ര ആൾക്കാർ വന്നാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും കുറെ ആൾക്കാരൊക്കെ വന്നിരുന്നു. പക്ഷേ 6% വോട്ട് BJP-ക്ക് കുറയുകയാണ് ഫലത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് മാത്രമാണ് ഒരു മേന്മ. അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോയതാണ് BJP-യുടെ വോട്ട് നിലവാരത്തിലുണ്ടായ കുറവ് എന്ന് നമുക്ക് എവർക്കും അറിയാം. ഏതായാലും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നേമത്താണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും എന്ന്, രാജീവ് ചന്ദ്രശേഖർ തന്നെ നേമത്ത് മത്സരിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഏതായാലും നേമത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അങ്കലാപ്പ് ഇരുമുന്നണികൾക്കും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേമത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞതോടുകൂടി അങ്കലാപ്പുണ്ടായെങ്കിലും നേമത്തെ വി ശിവൻകുട്ടി തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വി ശിവൻകുട്ടിക്കും ചില പേടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് VD സതീശനെ അവിടേക്ക് വരുത്താൻ വേണ്ടി VD സതീശനെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. കോൺഗ്രസിന്റെ വോട്ട് പിടിക്കുകയും CPM-ന്റെ വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ BJP തോറ്റുപോകുമെന്ന പ്രതീക്ഷയൊക്കെ വി ശിവൻകുട്ടിക്കുണ്ട്. പക്ഷേ രണ്ട് പാർട്ടിയും കൃത്യമായി വോട്ട് പിടിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയസാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അവർ അപ്രതീക്ഷിതമായ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ നേമത്ത് മത്സരിക്കാനെത്തുക ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും, സെലിബ്രിറ്റി ഇമേജ് ഉള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJP-യെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുള്ളതായ ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറ്റിയാൽ ഏതെങ്കിലും BJP നേതാക്കളെയോ BJP അനുഭാവികളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും അസംതൃപ്തരായവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കാനോ, അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തവും കൃത്യവുമായി തന്നെ ചില നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഏതെങ്കിലും സെലിബ്രിറ്റി ഇമേജ് ഉള്ള ആരെങ്കിലും രാജീവ് ചന്ദ്രശേഖറോട് മത്സരിക്കാൻ അവിടെ എത്തും എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നീക്കം നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന് കേരളത്തിൽ മൊത്തത്തിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് ഭരണം പിടിക്കും എന്ന തരത്തിൽ തന്നെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള CPM-നെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ സാധിക്കും. BJP കുറച്ച് സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന് BJP പറയുന്നുണ്ടെങ്കിലും 15 സീറ്റോളം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് താനും. ഏതായാലും നല്ല വോട്ടിംഗ് പെർസെൻറ്റേജിൽ നല്ല വർധനയുണ്ടാകും. സീറ്റ് പിടിക്കുമോ, ആരായിരിക്കും സീറ്റ് പിടിക്കുക, അല്ലെങ്കിൽ എത്ര സീറ്റ് കിട്ടുമെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്കത് പറയാൻ സാധിക്കില്ല. ഏതായാലും നേമത്ത് നഷ്ടപ്പെട്ട അക്കൗണ്ട് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖറിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനായി അരയും തലയും മുറുക്കി പ്രവർത്തകർ രംഗത്തുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. സാധാരണഗതിയിൽ കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ എന്നാൽ ഇത്തവണ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം സീറ്റ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത നീക്കങ്ങളുമായി വന്നാൽ കോൺഗ്രസ് എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ BJP കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരണമെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സതീശൻ ഇങ്ങോട്ട് എത്തിയില്ലെങ്കിലും അതിലും നല്ല സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.